ഗൈസ്, അസ്സലാമു അലൈക്കും. നമ്മളിന്നൊരു വ്ളോഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വിചാരിച്ചാൽ റീക്ക് നല്ല പനിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കാഞ്ഞിരപ്പള്ളിയിലുള്ള 26 ആശുപത്രി എന്നാണ് നമ്മൾ ഇവിടെ പറയാറ്. പക്ഷേ അതിൻ്റെ റിയൽ നെയിം മേരി ക്യൂൻസ് ഹോസ്പിറ്റൽ എന്നാണ് കേട്ടോ. അപ്പോൾ ആ ഹോസ്പിറ്റലിലോട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആ ഹോസ്പിറ്റലൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ റിയമോക്ക് ഇപ്പോൾ പനി ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ ബ്ലഡ് ചെക്ക് ചെയ്യാനാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ 26 ആശുപത്രിയിലെ മനോജ് ഡോക്ടറെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതെല്ലാം നമുക്ക് വഴിയെ കാണാം. അപ്പോൾ 2-3 ദിവസമായിട്ട് ഇപ്പോൾ സ്കൂളിലൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതായിട്ടാണ് കേട്ടോ നമ്മളിന്ന് ഹോസ്പിറ്റലിലോട്ട് പോകുന്നത്. അപ്പോൾ നല്ല പനിയായിരുന്നു. അപ്പോൾ നമ്മൾ ബ്ലഡ് എടുക്കാൻ വേണ്ടി 26 ആശുപത്രിയിലേക്ക് രാവിലെയാണ് കേട്ടോ പോകുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 6 മണിയായി കാണും. ആ ടൈമിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് പോകുന്ന കാഴ്ചകൾ കണ്ടു നോക്കാം. ഇപ്പോൾ ഏകദേശം നേരം പുലർന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 7 മണിയായി കാണും. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയത് എന്താണെന്ന് വെച്ചാൽ അവിടെ നല്ല തിരക്കാണ് കേട്ടോ. ഒരു 9 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ നല്ല തിരക്കാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ തന്നെ അവിടെ പെട്ടെന്ന് ചെന്ന് ബുക്ക് ചെയ്തിട്ട് പെട്ടെന്ന് ഒഴിവാവാം എന്നുള്ള സ്ഥിതിക്കാണ് നമ്മൾ ഇവിടുന്ന് രാവിലെ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ നമ്മുടെ മേരി ക്യൂൻ ഹോസ്പിറ്റൽ ഏകദേശം എത്താറായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മേരി ക്യൂൻ ഹോസ്പിറ്റലൊന്ന് കണ്ടു നോക്കാം. നല്ല വലിയ ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു 26 ആശുപത്രി കാണുന്നത്. ഇവിടുത്തെ ഹൈ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് കേട്ടോ ഈ മേരി ക്യൂൻസ് ഹോസ്പിറ്റൽ. എല്ലാവരും ഇതിന് 26 ആശുപത്രി എന്നാണ് വിളിക്കാറ്. അതെന്താണെന്ന് വെച്ചാൽ 26 മൈലിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ 26 ആശുപത്രി എന്ന് എല്ലാവരും വിളിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇത് വലിയൊരു ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടു നോക്കാം.
കണ്ട് ബ്ലഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ റിയമോള് ബ്ലഡ് ചെക്ക് ചെയ്യാൻ ചെറിയൊരു ഇതുണ്ടായിരുന്നു, ഒരു പേടിയുണ്ടായിരുന്നു. കാരണം സൂചിയല്ലേ കുത്തുന്നത്, അപ്പോൾ അവൾക്ക് പേടിയുണ്ടായിരുന്നു. അപ്പോൾ അവൾ വീഡിയോ എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിരുന്നു. പക്ഷേ ആ വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ല, ഇവളെ സൂചി കുത്തുന്ന വീഡിയോ. ആ വീഡിയോയിൽ അവൾ കരഞ്ഞിട്ടൊന്നുമില്ല. പറഞ്ഞ് ഉറുമ്പ് കടിക്കുന്ന വേദനയുള്ളായിരുന്നു എന്ന് അവൾ പറഞ്ഞേ. അങ്ങനെ നമ്മൾ ബ്ലഡൊക്കെ ചെക്ക് ചെയ്ത് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബ്ലഡിൻ്റെ റിസൾട്ട് വന്നു കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ റിയമോൾക്ക് വൈറ്റമിൻ ഗുളിക കൊടുത്തിട്ട് നമ്മളങ്ങനെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.